എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുജാത. ഞാൻ കുറേ നാളുകളൂടെയാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. എൻ്റെ യൂട്യൂബിൽ ഒത്തിരി നാളുകളായി വീഡിയോ ഇട്ടിട്ട്, ഏകദേശം 1 വർഷത്തോളമായി. അതായത് മറ്റ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടില്ലെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിനകത്ത് യൂട്യൂബിലൊരു വീഡിയോ ഇടാൻ പ്രത്യേകിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളെപ്പോലുള്ള ക്യാൻസർ രോഗികളായ ആൾക്കാരുടെ ഓരോ കാര്യങ്ങൾ കേട്ടിട്ടാണ്. അതായത് ഞാൻ ക്യാൻസർ രോഗിയായിരുന്നു. ഇപ്പോൾ 3 വർഷമായി ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഫോളോ അപ്പ് നടത്തുന്നു. എന്നുവെച്ചാൽ എന്തായാലും ട്രീറ്റ്മെൻറ്റ് നടത്തുകയായിരുന്നല്ലോ. എന്നുവെച്ചാൽ 8 കീമോയും 16 റേഡിയേഷനും കഴിഞ്ഞു. ഇപ്പോൾ ഫോളോ അപ്പാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കുക, എന്ത് വന്നാലും അതിനെ തരണം ചെയ്യണമല്ലോ. അതുപോലെ ഇപ്പം ഇതിനകത്ത് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ കുറേ വീഡിയോ ഒക്കെ കാണാറുണ്ട്. രേണുസുതി, നമ്മുടെ സെലിബ്രിറ്റിയാണ് രേണുസുതിയെ പറ്റി. രേണുസുതിക്ക് ഇപ്പോൾ സുഖമില്ല, കീമോ ചെയ്ത് തുടങ്ങിയെന്ന് കേട്ടു. അവൾക്ക് 3rd സ്റ്റേജ് ആണെന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട്. അവരൊരു സെലിബ്രിറ്റി അല്ലേ, അവർ സെലിബ്രിറ്റിയാണ്. അവരെന്ത് വേണേലും ചെയ്യട്ടെ. അവരെ ഒത്തിരിയും എല്ലാവരും അവർ ചെയ്ത ഓരോ വീഡിയോയും, അവർ ഡാൻസ് ചെയ്യുന്നു. ടെലിഫിലിമ്, അവരുടെ ഒരു ശിശിരം എന്നും പറഞ്ഞൊരു പിക്ചറിനകത്ത് ഒരു ടെലിഫിലിം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിന് ഞാൻ പോയിരുന്നു കണ്ടു. ഞങ്ങളുടെ സവാക്കെന്ന് പറയുന്ന സംഘടനയുടെ ഒരു സാറുണ്ട്, പ്രകാശ് വള്ളംകുളം സാറാണ് അതിനകത്ത് അവളുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അതിന് ഞാൻ പോയിരുന്നു ഷൂട്ടിങ് കാണാൻ. അങ്ങനെ എനിക്കതിനെ പരിചയമുണ്ട്. പിന്നെ ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടുമുണ്ട്. അല്ലാതെ എനിക്കങ്ങനെയുള്ള ബന്ധങ്ങളോ ഒന്നുമില്ല. നിങ്ങളിനി പറയും രേണുസുതിയുടെ ആരാണ്. എനിക്ക് നാളെ രേണുസുതിയെ ഇങ്ങനെ അനാവശ്യമൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ഒരു കമൻറ്റ് ഇട്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ പറയാം, നിനക്ക് അവളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കും അവിടെ കൂടെ പോകുമ്പം മറ്റു വേലയ്ക്ക് പോകുമ്പോഴെന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ അടിക്കുന്നത് കേട്ട്. എനിക്കതൊന്നും മൈൻഡ് ചെയ്യുന്ന കൂട്ടത്തിലല്ല ഞാൻ. ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, പറഞ്ഞേട്ടെ, എനിക്കറിയാം ഞാനായിരുന്നു. പക്ഷെങ്കിൽ ഈ രേണുസുതിക്ക് ഇപ്പോൾ ക്യാൻസറായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുക. ട്രീറ്റ്മെൻറ്റ് നടത്തി പോസ്റ്റ് ചെയ്തതിനകത്തെല്ലാം കുറേ അവന്മാർ പോസ്റ്റ് ചെയ്തിട്ട് ഇട്ടേക്കുന്നു ആദരാഞ്ജലികൾ. അവൾ മരിച്ചൊന്നും പോയില്ലല്ലോ ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട്. ഈ കമൻ്റ് ഇടുന്ന ഇവനോടൊക്കെ എന്തെങ്കിലും അവർ ഉപദ്രവിച്ചിട്ടുണ്ടോ? അവൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പോകുന്നതിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പേ ആദരാഞ്ജലികൾ അർപ്പിക്കാറാണ് അവൻ പതിവ്. അതായിരിക്കും, അതുകൊണ്ടല്ലേ അവൻ മറ്റൊരാളെ ഇങ്ങനെ പറയുന്നത്. അവരവരുടെ വീടുകളിൽ അവരവർ ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ മറ്റുള്ളവരെ പറയുന്നത്. അല്ലെങ്കിൽ ആരും പറയത്തില്ല. കുറച്ചെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അവർ പറയില്ല. അതുപോലെ വേറൊരു കുട്ടിയുണ്ട്, ലേഖ അംബുജാക്ഷൻ എന്ന് പറഞ്ഞൊരു കുട്ടി. അതിനും ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണ്. അത് ലിപ്സ്റ്റിക് ഇടും, അത് ചിലപ്പം പാട്ട് വിടും, റീൽസ് ചെയ്യും. അതിൻ്റെ ലേഖാര എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ബുട്ടീക്കുണ്ട്. അതിൻ്റെ കുറേ കാര്യങ്ങൾ അതിപ്പം നടത്തുന്നില്ല അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാരണം. നല്ലൊരു കുട്ടി, നല്ല സ്മാർട്ട് ഒരു കുട്ടി. അതിൻ്റെ ഫാമിലി 2 കുട്ടികൾ, ഒരാണും ഒരു പെണ്ണും. അവർ അംബുജാക്ഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അവർ എന്ത് കാര്യം പറയുമ്പോൾ അമ്പുവേട്ട എന്ന് പറഞ്ഞ് ആ സ്നേഹത്തോടെയുള്ള വിളി, അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരും. അവരെ വേർപെടുത്തരുതെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അതും ട്രീറ്റ്മെൻറ്റില്ല. അതിനെയും ഇതുപോലെ ഒരുത്തന്, അവർ പൈസ കൊടുക്കാനുള്ളതെങ്ങാണ്ട ഒരുത്തനെന്നാണ് അവർ പറയുന്നത്. അവൻ അതിനകത്ത് അവർക്കും ആദരാഞ്ജലികൾ കൊടുത്തേക്കുന്നു. ഇതൊക്കെ തെറ്റായ കാര്യമല്ലേ? നിങ്ങൾക്കൊക്കെ എന്താ തലയ്ക്ക് സ്ഥിരമില്ല? ഈ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നവന്മാരോട് എന്തെങ്കിലും ഇവരൊക്കെ ഉപദ്രവത്തിന് വന്നോ? അവരുടേത് വാങ്ങിച്ച് ഉപയോഗിച്ച് പൈസയും വാങ്ങിച്ച ശേഷം അവരെ എതിരെ പൈസ കൊടുക്കാതിരിക്കാനായിട്ട് അവർക്ക് ആദരാഞ്ജലികൾ കൊടുക്കുക. ഇപ്പോൾ അവർ മരിച്ചിട്ടില്ല. ഈ മരിക്കുന്നതിന് മുമ്പാണ് ഇവരൊക്കെ അവരുടെ വീടുകളിൽ അച്ഛനും അമ്മയ്ക്കും ആദരാഞ്ജലികൾ കൊടുക്കുന്നത്. അതുകൊണ്ടല്ലേ അവരിങ്ങനെ സമൂഹത്തോട് കാണിക്കുന്നത്. ഇതൊക്കെ തെറ്റായ കാര്യങ്ങളല്ലേ? ഇതൊക്കെ കാണുമ്പോൾ ആരായാലും പ്രതികരിച്ചു പോകും. ഞാനും ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് വിഷമമുണ്ട്. എൻ്റെ മക്കളാകാനുള്ള പ്രായമൊക്കെയുള്ള ആ കുട്ടികൾക്ക്, അവർക്ക് കുടുംബമുള്ളതാണ്, 2 കുഞ്ഞുങ്ങളുള്ളതാണ്. ഈ രേണുസുതി എന്ന് പറഞ്ഞാൽ അവർക്കാണെങ്കിലും ഒരു പിഞ്ചു കുഞ്ഞാണ്. മറ്റേ കുട്ടി വലുതായി, അവനെങ്ങനെ അവൻ്റെ കാര്യം നോക്കും. പക്ഷേ ആ കുട്ടിയെ ഇനി വളർത്തി ഒരിടം വരെ എത്തിക്കുന്ന ഒരു തള്ളയില്ലെങ്കിൽ പാടാണ്. ഒന്ന് ചിന്തിച്ചേ നിങ്ങൾ. പിന്നെ നിങ്ങളൊക്കെ എന്തിനാ വെറുതെ? അവരെങ്ങനെയും ജീവിച്ചോട്ടെ. ഈ ലേഖയാണേലും അവരെങ്ങനെയും ജീവിക്കട്ടെ. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ലേഖയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഇതിലാണ് അവർ ജീവിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾ പോലും അവരെ പൊന്നുപോലെ കൈവെള്ള കൊണ്ട് നടക്കുന്നുണ്ട് അവരുടെ ഭർത്താവ്. അറിയാമോ? നിങ്ങൾക്കൊന്നും അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മനുഷ്യരും കാണത്തില്ല ഇങ്ങനെ ഈ കമൻ്റ് ഇടുന്നവന്മാർക്കൊക്കെ. നിങ്ങളൊന്ന് ചിന്തിച്ചേ. ക്യാൻസർ രോഗികളെന്ന് പറഞ്ഞാൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ഉള്ളപ്പോഴുള്ള ആ ബുദ്ധിമുട്ടേ ഉള്ളൂ. അതേസമയം ഒരു കിഡ്നി പേഷ്യൻറ്റ്, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻറ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, വർഷങ്ങളോളം ഡയാലിസിസ് ചെയ്ത് സഞ്ചിയും തൂക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കണം. നിങ്ങളുടെ വീടുകളിൽ കാണുമല്ലോ അതുപോലുള്ള ആൾക്കാർ. അവരുടെയൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കേ. ക്യാൻസർ പേഷ്യൻറ്റ് നിങ്ങൾ പറയുന്നതോട് ഇന്ന് ക്യാൻസർ വന്ന് നാളെ അങ്ങ് മരിക്കില്ല. അവർക്ക് രക്ഷപ്പെടാൻ വിധിയുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടും. എനിക്ക് വന്നു, ഞാൻ ഇവിടം വരെ എത്തിയില്ലേ. ഓരോരുത്തർക്കും വിധിയുണ്ടെങ്കിൽ അവരെത്തും. ഇപ്പോൾ ലേഖ ചിലപ്പം രക്ഷപ്പെടും,
രേണു രക്ഷപ്പെടും. അവരെല്ലാവരും എന്തായാലും എവിടെ ആയാലും ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവരെങ്ങനെയായാലും രക്ഷപ്പെട്ടിരിക്കും. നിങ്ങൾ പറയുന്ന കൂട്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ആദരാഞ്ജലികൾ കൊടുത്ത് ഇങ്ങനെയുള്ള അഹങ്കാരം പിടിച്ച കമൻറ്റുകൾ ഇടാതെ. ലേഖ ലിപ്സ്റ്റിക് ഇടുന്നതിന് കുറ്റം, ലേഖ ലിപ്സ്റ്റിക് ഇവർക്ക് തന്നെ അഹങ്കാരം കുറവില്ല. നിങ്ങൾക്ക് എന്താ, അവർ ലിപ്സ്റ്റിക് ഇടുന്നുണ്ടെങ്കിൽ അവരവരുടെ ഡോക്ടർ പറഞ്ഞിട്ടല്ലേ, ഡോക്ടറോട് പറഞ്ഞിട്ടായിരിക്കും അവർ ചെയ്യുന്നത്, അവർക്കറിയില്ലേ? നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് അവരിത് ചെയ്യണത്. ഇന്നലെ ആണെങ്കിൽ ഒരു വീഡിയോ ഉണ്ട് പിന്നെ ഫേസ്ബുക്കിൽ, ഒരു താടി വളർത്തിയ ഒരു സീരിയലൊക്കെ വരുന്ന നടന്നു, എനിക്കടെ പേരെനിക്ക് ഓർമ്മയില്ല. അയാൾ രണ്ടാമത് വിവാഹം കഴിച്ചു, അയാൾ താടി വളർത്തിയെന്നും പറഞ്ഞിട്ട് ഇയാൾക്ക് എന്നെ നാണമില്ലേ കിളവന് താടി വളർത്താൻ രണ്ടാമത് കിട്ടി, ഇയാളുടെ അഹങ്കാരം, ഇയാൾ കോലം കെട്ടിയെന്ന് നടക്കുന്നത്. എന്തൊക്കെയാണ് കമൻറ്റ് ഇത്? നിങ്ങൾക്ക് എന്താ അയാൾ താടി വളർത്തിയാൽ? അയാളുടെ താടി വളർത്തി അയാളുടെ മുഖത്തല്ലേ പ്രത്യേകം, നിങ്ങളുടെ മുഖത്താണ്? നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ സോക്കേടാ? അറിയാൻ മേലാൻ ചോദിക്കുക. അവനവൻ്റെ കാര്യം നോക്കേ, അവനവൻ്റെ കണ്ണിലെ കോലെടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ ചെല്ലാൻ. ഇതേ എനിക്ക് പറയാനുള്ളൂ. ദൈവത്തെ ഓർത്ത് ആ രേണുസുതിയും ലേഖ അംബുജാക്ഷനും അതിനകത്തുള്ള പേഷ്യൻസൊക്കെ എങ്ങനെയാലും അവർ രക്ഷപ്പെടാൻ വിധിച്ചിട്ടുണ്ട്, അവർ രക്ഷപ്പെട്ടു പൊക്കോളും. നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്. ഉപകാരം ചെയ്തില്ലേലും നിങ്ങളൊരു 10 പൈസ സാമ്പത്തികം ചോദിക്കുന്നില്ലല്ലോ, അവരുണ്ടോ? അവരെങ്ങനെയും രക്ഷപ്പെടട്ടെ. നിങ്ങളവരെ വെറുതെ വിട്, നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഉപകാരം ചെയ്തില്ലേലും എനിക്കതേ പറയാനുള്ളൂ. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻ്റ് ഇട്ട് ആ കുട്ടിയെ നശിപ്പിക്കാതെ, നിങ്ങൾ മാനസികമായിട്ട് തകർക്കാതെ, അതെങ്ങനെയും രക്ഷപ്പെടട്ടെ. എനിക്ക് അത്രയും പറയാനുള്ളൂ. ഞാനും ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ടാണ് ആയിരുന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, നന്ദി, നമസ്കാരം.